നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 529. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 529. ലീലാകാന്ഡം. ഭഗവാന്റെ ലീലാകാന്ഡത്തിലെ എത്ര 22-ാം സർഗം ഗർഹമഹർഷിയുടെ ആഗമനം എന്നുള്ളതിൽ 23-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സുവർണമണിപീഠത്തിൽ ആനന്ദിച്ചു വിളങ്ങവേ ചൊല്ലിനാൻ നന്ദഗോപാലൻ എത്രയും വിനയോജ്വലനായിട്ട് ഉജ്ജ്വലമായ വിനയത്തോട് കൂടിയിട്ടിരിക്കണം. അറിവ് കൂടുന്തോറും നമ്മൾക്ക് എന്ത് വേണം? വിനയം വേണം. ഇനി 24-ാമത്തെ ശ്ലോകം എന്താ നോക്കുക. ഭഗവൻ നിഷ്ഠയാൽ ഈ മട്ടായി ആയുഷ്കാലം മുഴുക്കയും മിന്നിക്കും അവിടത്തെ പോലെഴും സൗഭാഗ്യശാലികൾ. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? ഭഗവൻ നിഷ്ഠയാൽ, ഈശ്വരനോടുള്ള പ്രതിബദ്ധത കൊണ്ട് ഈ മട്ട് ആയുഷ്കാലം മുഴുക്കയും, ആജീവനാന്തം എന്നർത്ഥം, ആയുഷ്കാലമൊക്കെ മിന്നിക്കും. ഈശ്വരൻ നമ്മളെ മിന്നിക്കും, തിളക്കമുണ്ടാക്കി തരും. മിന്നിക്കും അവിടത്തെ പോലെയും സൗഭാഗ്യശാലികൾ, സൗഭാഗ്യശാലികളെ എന്നും മിന്നിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറയണ്ടായി, ഗൃഹകാര്യങ്ങളിൽ തന്നെ ജയാപുത്രാദി ചിന്തയാൽ മുഴുകും ഞങ്ങളെ പോലുള്ളോരോ ദീനജനങ്ങളെ. ഗൃഹകാര്യങ്ങളിൽ തന്നെ ജായാപുത്രാദി ചിന്തയാൽ, ജായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐദർ സ്പൗസ് എന്നർത്ഥം പറയണം, ഭാര്യ, ഭർത്താവ്. ജായ പുത്രാദി ചിന്തയാൽ, ഭാര്യയ്ക്ക് ഭർത്താവ് പോരാ, ഭംഗിയില്ല, അല്ലെങ്കിൽ ധനാഢ്യനല്ല, എൻ്റെ ഗമയ്ക്കില്ല എന്ന് തോന്നിയാൽ പിന്നെ ഭാഗവതം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതേമാതിരി ഭർത്താവിനും തോന്നാൻ പാടില്ല എൻ്റെ അത്ര ധനാഢ്യല്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, തറവാടിത്തല്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം ഈ വിവാഹം എന്നുള്ളത് പൂർവജന്മാന്തര സുഹൃത ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അതിനെ ആനന്ദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈശ്വരാരാധന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൃഹകാര്യങ്ങളിൽ തന്നെ ജായാപുത്രാദി ചിന്തയാൽ, അതാണ് ഈ പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ, മുഴുകും ഞങ്ങളെപ്പോലുള്ള ഓരോ ദീനജനങ്ങളെ, ഞങ്ങളെപ്പോലെയുള്ള ഓരോ ദീനജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷിമാർ, മുനിമാരെ, ഗൃഹസ്ഥന്മാരെ ആശ്രയിക്കുന്നത്, അനുഗ്രഹിക്കുവാൻ. അപ്പോൾ പറഞ്ഞു, ഗൃഹകാര്യങ്ങളിൽ തന്നെ ജായാപുത്രാദി ചിന്തയാൽ മുഴുകും ഞങ്ങളെ പോലുള്ള ഓരോ ദീനജനങ്ങളെ അനുഗ്രഹിക്കുവാൻ മാത്രം അമ്പാർന്ന് ഈ മട്ട് ഇടയ്ക്കിടെ എഴുന്നള്ളുകയാം പുണ്യം നിറഞ്ഞിടും ഇടങ്ങളിൽ. എല്ലാ സ്ഥലത്തും വരുമോ ഋഷിമാരെ? ഇല്ല, പുണ്യം നിറഞ്ഞ സ്ഥലത്തേ വരുള്ളൂ. ഓരോ സ്ഥലങ്ങൾക്ക് പുണ്യമുണ്ട്. അല്ലാതെ ആസ്വാസ്യമാം ഭക്തിക്കിയലും ശരിയാം വില അകൽത്താരിങ്കൽ നന്നായിട്ടറിയും നിങ്ങളാൽ ചിലർ. ഋഷിമാരിൽ ചിലവർക്ക്, ആർക്കാണ് അതിരുകളില്ലാത്ത സംശുദ്ധമായ ഭക്തിയുള്ളത്, ഭക്തി കൊണ്ട് പുഷ്ടി ഉണ്ടാവുക എന്ന് പറയും. യാദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. അപ്പോൾ ശരീരത്തിനല്ല പുഷ്ടി വേണ്ടത്,
മനസ്സിനാണ് പുഷ്ടി വേണ്ടത്. മനസ്സിന് പുഷ്ടി വേണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ അറിയണം. ആധ്യാത്മിക കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ പുഷ്ടി ഉണ്ടാവുക? അപ്പോൾ അല്ലാതെ ആസാശ്യമാം ഭക്തിക്കലും ശരിയാം വില, ശരിക്കുള്ള ഭക്തിയുടെ വില അകതാരിങ്കൽ നിന്നായിട്ടറിയും നിങ്ങളാൽ ചിലർ. മോക്ഷം പോലും വിദൂരത്തിൽ വെപ്പോര് എമ്മട്ടണഞ്ഞിടും കേവലം ലോകകാര്യത്തിൻ ഗന്ധമേ കാൺമതാമിടം. ലോകകാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഈശ്വരനെ പ്രതിഷ്ഠിക്കണം, ക്ഷേത്രങ്ങൾ വേണം, കുട്ടികളെ യുവജനങ്ങൾ അതിൽ ആകൃഷ്ടരാവണം. വേദാന്തപരമായിട്ട് ഈശ്വരൻ നിരാകാരനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാധ്യായത്തിൽ കുറേ കൂടി വായനകളെ കൊണ്ട് അറിവുണ്ടാവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാണ്ട് 90 വയസ്സ് വരെയും അമ്പലത്തിൽ പോയിട്ട് തിരക്കുണ്ടാക്കരുത്. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷേത്രജ്ഞൻ്റെ രൂപം എന്താ, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ രൂപമില്ലാത്തതിനാണ് രൂപം നമ്മൾ കൊടുക്കുന്നത്. അതിനാൽ ഈ ഗൃഹം ഗർഗമഹർഷിയുടെ കാൽ പൊടിയേറ്റു സംശുദ്ധമായുള്ളതാ അഭിമാനിച്ചിടുന്നു ഞാൻ. മോക്ഷം പോലും വിദൂരത്തിൽ വെപ്പോരയമ്മട്ടണഞ്ഞിടും കേവലം ലോകകാര്യത്തിൽ ഗന്ധമേ കാൺമതാമിടം. വിദൂരത്തിലുള്ള മോക്ഷം പ്രാപിക്കാതെ ഇരിക്കാനുള്ള കാരണം എന്താ? ലൗകികത്തിൽ നമ്മൾ മുങ്ങിത്താഴുകയാണ്. ജീവിതകാലം 50 കൊല്ലം MP ആവണം, 60 കൊല്ലം MLA ആവണം, എന്നിട്ട് 6-7 ടേംസിലുള്ള പെൻഷൻ വാങ്ങണം. അത് ഈശ്വരീയതല്ല. അപ്പോൾ മോക്ഷം പോലും വിദൂരത്തിൽ വെപ്പോരെ എമ്മട്ടണിഞ്ഞിടും. അവരെങ്ങനെ ഈശ്വരങ്കലാണിയ? കേവലം ലോകകാര്യത്തിൽ ഗന്ധമേ കാൺമതാമിടം. അതിനാൽ ഈ ഗൃഹം ഗർഗമഹർഷിയുടെ കാൽപ്പൊടിയേറ്റു സംശുദ്ധമായുള്ളത് അഭിമാനിച്ചിടുന്നു ഞാൻ. എല്ലാവരുടെ വീട്ടിലും ഗർഗമഹർഷി പോകണില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പുണ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അവിടത്തോടപേക്ഷിച്ചു കൊള്ളുന്നേനൊന്നുമല്ലവേ ഈ ഉണ്ണികൾക്കു രണ്ടാൾക്കും പേരിട്ട് ആശീർവദിക്കുവാൻ. എനിക്ക് ഗർഗമഹർഷി അങ്ങയോട് ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികൾക്ക് നാമകരണം ചെയ്ത് ജാതകം എഴുതി തരണം. അവിടത്തോട് അപേക്ഷിച്ചു കൊള്ളുന്നേൻ ഒന്ന് മെല്ലവേ. ആ ഗോകുലാധിപനാണെന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കാൻ പാടില്ല. വിനയാന്വിതനായിട്ട് വേണം ഋഷിമാരോട് പെരുമാറാൻ. അപ്പോൾ അവിടത്തോട് അപേക്ഷിച്ചു കൊള്ളുന്നേൻ ഒന്നുമല്ലവേ ഈ ഉണ്ണികൾക്ക് രണ്ടാൾക്കും പേരിട്ട് ആശീർവദിക്കുവാൻ. അടുത്ത ശ്ലോകം 31-ാമത്തെ ശ്ലോകം 22-ാം സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകമാണ്. അതെന്താ? അത് കുറച്ച് വലിയ ഗൗരവമാണ്. 4-6 വരികൾ നീളം കൂടും. എല്ലാ ശ്ലോകങ്ങളും അവസാനത്തെ കടുകട്ടിയായിരിക്കും. എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആപത്ത് ഇവന് കാണുകയാൽ ഗ്രഹസ്ഥിതികളും നോക്കി അവിടുന്നരുളിയിടണം. മുകുളിതകരനായ നന്ദഗോപാൻ മുദിത മനസ്കൻ ഈ വണ്ണമോതി നിൽക്കേ മുകിലൊളിയിടും മുണ്ണിയിങ്കലുള്ളം മുഴുകി മഹാമുനി ചൊല്ലിനാനീ വണ്ണം. എല്ലാം പ്രാസാണ്. അവസാനത്തെ 4 പദ്യവരുത്തിലും തുടങ്ങുന്നത് മൂ 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 അല്ലേ? അപ്പോൾ ഇങ്ങനെ മെല്ലെ എൻ്റെ ഇവിടെ 2 കുട്ടികളുണ്ട്, അവർക്ക് പേരിടണം, അവരുടെ ജാതകം ഒന്ന് എഴുതണം. കാരണം എന്താ വിചാരിച്ചാൽ, എന്താണ് കാരണം? എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആപത്ത് ഇവന് കാണുകയാൽ. ആർക്ക്? ഈ ചെറിയ കുട്ടിക്ക്, കൃഷ്ണന്. എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ആപത്ത് ഇവന്നു കാണുകയാൽ ഗ്രഹസ്ഥിതികളും നോക്കി അവിടുന്നരുളിയിടണം. മുകുളിതകരനായ നന്ദഗോപൻ. മുകളിത എന്ന് പറഞ്ഞെന്താ? മുകളിതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എടുത്തിട്ട് ആണല്ലോ പറയണത്. മുകളിതകരനായ നന്ദഗോപൻ, എല്ലാം കൊണ്ടും ശ്രേയസ് കയ്യിലുള്ളവൻ അർത്ഥായി. മുകളിതകരനായ നന്ദഗോപൻ മുദിത മനസ്കൻ. മുദിതം സന്തോഷം കൊണ്ട് പിങ്ങി പൊട്ടുകയാണ്. മുദിത മനസ്കൻ ഈ വണ്ണം ഓതി നിൽക്കേ. ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ മുകളിലൊളിയെഴുമുണ്ണിയിങ്കലുള്ള മുലകിലൊഴിയുണ്ണിയിങ്കലുള്ള
അതായത് ഈ ലോകത്തിലുള്ള എല്ലാ ഒളികൾ, എല്ലാ പ്രഭയും ആരിലുണ്ട്? ഭഗവാനിലുണ്ട്. അതാണ് മുളകിൽ ഒളി ഒളി എഴും ഉണ്ണിയിങ്കൽ ഉള്ളം മുഴുകി മഹാമുനി ചൊല്ലിനാനീ വണ്ണം. പരമഭക്തനായുള്ള ഗർഗമഹർഷി ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിൽ അന്തർഗതനായിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തിൽ മുഴുകി എന്തു പറഞ്ഞു എന്നുള്ളതാണ് അടുത്ത സർഗത്തിൽ. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ദ്വാവിംശ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 23-ാം സർഗം പറഞ്ഞത് എന്താ? രാമൻ്റെ നാമകരണം ഭഗവത് ദർശനവും. ആദ്യം ബലരാമൻ അല്ലേ, രോഹിണീസുതനെ പേരിട്ടു, രാമൻ്റെ നാമകരണം. പിന്നെ ഭഗവത് ദർശനം, ഉണ്ണികൃഷ്ണനെ ഇദ്ദേഹം ഗർഗൻ ദർശിക്കണം. 23-ാം സർഗം 1-ാമത്തെ ശ്ലോകം. ഭക്താവതം സമേ നന്ദ. നന്ദ പേര് വിളിക്കാൻ നന്ദൻ എന്നുള്ളൂ. ഗോപൻ എന്നുള്ളത് സ്റ്റാറ്റസാണ്, ഗോപവർഗത്തിലുള്ളവൻ അല്ലേ. ഇദ്ദേഹത്തിന് വർഗം നോക്കേണ്ട ആവശ്യമില്ല. നന്ദ ഭക്താവതം സമേ, ഭക്തന്മാരിൽ ഹംസമായിരിക്കുന്നവൻ. ഭക്താവതം സമേ നന്ദ, നിൻ കിടാങ്ങൾക്കു പേരിടാൻ. എൻ്റെ 2 കുട്ടികളുണ്ടല്ലോ, ഇവർക്ക് പേരിടാൻ എനിക്കുള്ളൊരു സന്തോഷം എത്രയാണ്. അത് അവർണ്യമാം, വർണ്ണിക്കാൻ പറ്റില്ല. എൻ്റെ സ്ഥിതി ഇപ്പം എങ്ങനെയാണ്? വർണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. എല്ലാം കൊണ്ടും ഈശ്വരാനുഗ്രഹം ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ അനുഭവിക്കുക, നമ്മളതിന് പാത്രീഭൂതരാവുക. ഈ കഥകൾ നടക്കുമ്പോൾ നന്ദഗോപരും ഗർഗമുനിയും കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഒരു പുല്ലായിട്ടോ, ഒരു പുഷ്പമായിട്ടോ, ഒരു ചെടിയായിട്ടോ, ഒരു ഇറുമ്പായിട്ടോ, എന്ത് വേണമെങ്കിലാവാം. അപ്പോൾ എനിക്കുള്ളൊരു സന്തോഷം എത്രയാണ്, അത് അവർണ്യമാം. സർവേശ്വരൻ അലിഞ്ഞ് എന്തോ സമർപ്പിക്കുന്ന മാതിരി. സർവേശ്വരന് അലിഞ്ഞ് എന്തോ സമർപ്പിക്കുന്ന മാതിരി. പുണ്യസ്ഥലങ്ങളിൽ ചെയ്യും സൽക്കർമ്മത്തിൻ്റെ മാതിരി. ഞാനെന്തോ മഹത്തായ ഒരു കാര്യം ചെയ്യാൻ പോണു എന്ന് എനിക്ക് ഫീൽ ചെയ്യണു എന്നാണ് ഗർഗമഹർഷി പറഞ്ഞത്. എന്താ? സർവേശ്വരന് അലിഞ്ഞ് എന്തോ സമർപ്പിക്കുന്ന മാതിരി, പുണ്യസ്ഥലങ്ങളിൽ ചെയ്യും സൽക്കർമ്മത്തിൻ്റെ മാതിരി. ആ മാതിരി അല്ലേ? എന്നല്ല അത് ഓർക്കിൽ എൻ പേരിന് എന്നേക്കും സ്വർണമുദ്രയാം. കവിഭാഷ കേട്ടോ അതൊക്കെ. ഈ ഇവിടെ നടക്കാൻ പോകുന്ന സമർപ്പണം, എനിക്ക് ഭഗവാന് സമർപ്പിക്കണത് നാമകരണം. പിന്നെയോ ഈ പുണ്യസ്ഥലത്തിൽ വെച്ച് ചെയ്യുന്നത്. പുണ്യസ്ഥലത്തിൽ ഇപ്പോൾ എവിടെ വെച്ചിട്ട് അദ്ദേഹം പേരിടാൻ പോണത്? തൊഴുത്തിന് എന്താ പുണ്യം? തൊഴുത്തിലാണ് പശുക്കളാരാ? കാമധേനുക്കളാണ്. കാമധേനുവാണ്. എന്തൊക്കെ കാമിക്കണോ അതൊക്കെ കിട്ടും പശുക്കളിൽ നിന്ന്. ഗോമൂത്രം, ചാണകം, പാലിൽ നിന്ന് വെണ്ണ, തൈരിൽ നിന്ന് വെണ്ണ, വെണ്ണയിൽ നിന്ന് നെയ്യ്. ഇനി ഇവറ്റങ്ങൾ ചത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോലുകൊണ്ടാണ് വാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ചിലവർ വളരെ ആദരവ് പൂർവ്വം കുഴിച്ചിടും. 6 അടി സമചതുരത്തിൽ കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തല അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് കുഴിച്ചിടും. മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്. ആൻറ്റിബയോട്ടിക്കാണ് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ. അപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സംസ്കരിക്കുക എന്നുള്ളത്. പശുക്കളെ കുഴിച്ചിടുക എന്നല്ല, പശുക്കളെ സംസ്കരിക്കുക. അച്ഛനമ്മയെ കുഴിച്ചിട്ടു എന്ന് പറയില്ലാരും. അച്ഛനമ്മമാരെ സംസ്കരിച്ചു. അപ്പോൾ ഇവിടെ എന്നല്ല അത് ഓർക്കിൽ എൻ പേരിന് എന്നേക്കും മുദ്രയാണ്. ഈ ഗർഗമഹർഷി എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവർക്കും മനസ്സിലാവും കൃഷ്ണന് പേരിട്ട ആള്, ബലരാമന് പേരിട്ട ആള്. എന്നല്ല അത് ഓർക്കുകിൽ എൻ പേരിന് എന്നേക്കും സ്വർണമുദ്രയാം. എന്നാലും എൻ അകക്കാമ്പിൽ വൈഷമ്യം ചെറ്റുകാൺമൂ ഞാൻ. ഇത്ര വലിയൊരു കാര്യമാണെങ്കിലും എന്നാലും എൻ അകക്കാമ്പിൽ, എൻ്റെ മനസ്സിൽ വൈഷമ്യം ചെറ്റുകാൺമൂ ഞാനിവിടെ വന്ന് ഈ കുട്ടികൾക്ക് പേരിട്ടു എന്ന് കംസൻ അറിഞ്ഞാൽ,
കംസൻ ഈ കുട്ടികളെ തട്ടും. കാരണം ഗർഗമഹർഷി യദുകുലത്തിൻ്റെ വാദ്യരാണ്. അപ്പോൾ നാമകരണം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കുലത്തിലെ കംസൻ്റെ ശത്രു ഉണ്ടെന്ന് മനസ്സിലാവും. യാദവാചാര്യനെന്നെങ്ങും ഇദ്ദേഹം ആരാ? യാദവന്മാർക്ക് യദുകുലത്തിന് ആചാര്യനാണ്. യാദവാചാര്യനെന്നെങ്ങും പുകൾ പൂണ്ടവനാകയാൽ പേര് കേട്ടിട്ടുള്ള ആളാവ് കാരണം സാധാരണമാർക്കെന്തെന്തും ചെയ്യാം നോക്കില്ലൊരുത്തനും. സാധാരണന്മാർക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരെന്നർത്ഥമായി. കംസനെ പോലെ ബുദ്ധിയില്ലാത്തവർക്ക് എന്ത് പക വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിയുള്ളവൻ ചെയ്യില്ല. ബുദ്ധിയുള്ളവൻ ചളി കണ്ടാൽ മാറി നടക്കും. അതാണ് ഈ സാധാരണന്മാർക്ക് എന്തെന്തും ചെയ്യാം നോക്കില്ലൊരുത്തനും പേരുള്ളോർ ചെയ്വത് എമ്മട്ട് എല്ലാം ആരാഞ്ഞറിയുമേ വരും. കേമന്മാർ എന്തു ചെയ്തു? അവർ തെറ്റ് ചെയ്താൽ കാട്ടുതീ പോലെ പടരും. അവർ നന്മ ചെയ്താൽ ആ നന്മ ചെയ്യാൻ അനുകരിക്കും. അപ്പോൾ നല്ലവർ ചീത്തകാര്യം ചെയ്യരുത്. നല്ലവർ ചീത്തകാര്യം ചെയ്താൽ അത് സാധാരണക്കാരെ അനുകരിക്കും. അപ്പോൾ നമുക്കാണ് ചീത്തപ്പേര്. പേരുള്ളോർ ചെയ്വതെമ്മട്ട് എല്ലാർ ആരാഞ്ഞറിയുമേ വരും. എല്ലാവരും മനസ്സിലാക്കും. എന്നിട്ടോ അതിനാൽ ഏതുമൊന്നോർത്തേ ചെയ്യാവൂ മോളിൽ നിൽക്കുവോൻ. ഉയരത്തിലിരിക്കുന്നവൻ ഇരിക്കുന്ന കൊമ്പൻ വെട്ടരുത്. ഇല്ലേ? മരത്തിലെ കൊമ്പ് വെട്ടാൻ കയറിയാൽ ചിലവർ കൊമ്പിലിരുന്നിട്ട് വെട്ടും, താഴെ വീഴും. താഴത്തെ കൊമ്പിൽ നിന്നിട്ട് മേലത്തെ കൊമ്പ് വെട്ടണം. എന്നിട്ട് നിൽക്കണ കൊമ്പ് വെട്ടണമെങ്കിൽ താഴത്തെ കൊമ്പിലേക്ക് വരണം. അതാണ് നീതിമാർഗം. പണിയെടുക്കാനും ഒരു നീതിയുണ്ട്, ഒരു നേറ്റിയുണ്ട്. അപ്പോൾ ഇവിടെ പറയണു അതുമല്ല. അപ്പോൾ അതേപോലെ പേരുള്ളോർ ചെയ്വതെമ്മട്ട് ആരാഞ്ഞ് എല്ലാം ആരാഞ്ഞ് എമ്മട്ട് എല്ലാം ആരാഞ്ഞ് അറിയുമേ വരും. അതിനാൽ ഏതും ഒന്ന് ഓർത്തേ, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഓർത്ത് അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുന്നു മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യും. എടുത്തോ പിടിച്ചോ കൊണ്ടോ ഒന്നും ചെയ്യരുത്, അബദ്ധമായിട്ട് വരും. അപ്പോൾ അതിനാൽ ഏതും ഒന്ന് ഓർത്തേ ചെയ്യാവൂ മോളിൽ നിൽക്കുവാൻ. അതായത് ഉയരത്തിലേതർത്ഥം, അല്ലാണ്ട് മരത്തിൻ്റെ മുകളിൽ നിൽക്കണമെന്നല്ല കേട്ടോ. അതൊക്കെ അറിയണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ കാര്യം പറയുന്നുണ്ട്. 6ാമത്തെ ശ്ലോകം പറയണോ, ഞാനോ യദുകുലാചാര്യൻ പേർ വിളിക്കുകിൽ നിശ്ചയം സംശയിക്കും മഹാദുഷ്ടൻ ഉടൻ കംസൻ ഭയങ്കരൻ. കംസൻ യദുകുലത്തിൽ ജനിച്ചു. കംസൻ്റെ വൈരി യദുകുലത്തിൽ ജനിച്ചു എന്നാണ് അശരീരി. അപ്പോൾ ഞാനോ യദുകുലാചാര്യൻ, യദുകുലത്തിന് ആചാര്യനാണ്. പേർ വിളിക്കുകിൽ നിശ്ചയം സംശയിക്കും മഹാദുഷ്ടൻ ഉടൻ കംസൻ ഭയങ്കരൻ. അതുമല്ല ആത്മകാര്യങ്ങൾ കണ്ടറിഞ്ഞവ ചെയ്യുവാൻ കണ്ണില്ലെങ്കിലും അന്യൻ്റെ ദോഷം വമ്പിച്ചു കാണുവാൻ. സ്വയം കണ്ണില്ല, എന്നാലും അകക്കണ്ണ് കൊണ്ട് മറ്റുള്ളവരുടെ ദോഷവശങ്ങൾ പറയും. ഈ കണ്ണേ നീ മടങ്ങൂ. കാണാൻ പാടില്ലാത്തത് കണ്ടാൽ അത് നോക്കി നിൽക്കരുത്. ഇതൊക്കെ ബാല്യകാലത്തിൽ പഠിക്കണം. അമ്മ പെങ്ങന്മാരായിട്ട് ഇടപഴകുമ്പോൾ, അവരുടെ ഒപ്പം കുളിക്കുമ്പോൾ, അല്ലേ, അവർ നമ്മളെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ചാപല്യങ്ങൾ വരാൻ പാടില്ല. ചാപല്യങ്ങൾ അതാണ്. അമ്മ പെങ്ങന്മാരുള്ളവർ മറ്റുള്ള സ്ത്രീകളെ കളിയാക്കില്ല. തൻ്റെ പെങ്ങളെ വഴിയിൽ വെച്ച് ആരെങ്കിലും കളിയാക്കിയാൽ അതിന് ശേഷം ചോദിക്കും, ആരടാ, എന്തടാ. അപ്പോൾ ഇതൊക്കെ നാട്ടുകാര്യങ്ങൾ അറിയണം. അതുമല്ല ആത്മകാര്യങ്ങൾ കണ്ടറിഞ്ഞവ ചെയ്യുവാൻ കണ്ണില്ല എങ്കിലും അന്യൻ്റെ ദോഷം, അല്ലേ, കണ്ടറിഞ്ഞ് മറ്റുള്ളവർ. ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും മരണം നടക്കുന്നുണ്ടല്ലോ. എല്ലാവരും ശവം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരും. പക്ഷേ ഈ ശവസംസ്കാരം എന്താ അതിൻ്റെ ചടങ്ങ് എന്നൊരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കണം. കാരണം എന്താ, നമ്മുടെ വീട്ടിലൊരു മരണം വന്നാൽ നമ്മൾ പകച്ച് നിൽക്കരുത്. എല്ലാം അറിയണം. സർവകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ എന്താ, പിറന്നാൾ എങ്ങനെ ആഘോഷിക്കണം, കല്യാണം എങ്ങനെ ചെയ്തു കൊടുക്കണം, ശവസംസ്കാരം എങ്ങനെ ചെയ്യണം, ഗൃഹപ്രവേശം എങ്ങനെ വേണം,
60-ാം പിറന്നാൾ എങ്ങനെ വേണം, സപ്തതി എങ്ങനെ വേണം, നവതി എങ്ങനെ വേണം, ഇതൊക്കെ അറിയണം. പൂരം എങ്ങനെ നടത്തണം, അമ്പലത്തിൽ എങ്ങനെ മാല തൂക്കണം, വിളക്ക് കത്തിക്കണം, പടക്കം പൊട്ടിക്കണം, ഒക്കെ അറിയണം. അപ്പോൾ പറയണു, കണ്ണില്ലെങ്കിലും അന്യൻ്റെ ദോഷം വമ്പിച്ച് കാണുന്നവരാണ് ആൾക്കാർ. മറ്റോൻ മാഴ്കീടിൽ ഉൾക്കാമ്പിൽ ഉത്സാഹമയിലുന്നവൻ. ഒരുത്തൻ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ കണ്ട് രസിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് മറ്റോൻ. വേറൊരുത്തൻ മാഴ്കീടുകിൽ, നഷ്ടബോധം വന്നാൽ, കാര്യപ്രാപ്തി ഇല്ലാണ്ടായാൽ, പരാജയപ്പെട്ടാൽ, മറ്റോൻ മാഴ്കീടുകിൽ ഉൾക്കാമ്പിൽ ഉത്സാഹം. വേറൊരുത്തിന് ദുഃഖം ഉണ്ടായാൽ നമുക്ക് ദുഃഖം ഉണ്ടാവണം. എന്തിന്? അവൻ്റെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കെടുക്കണ്ടേ? സാരമില്ല എന്ന് പറയണ്ടേ? അവൻ അങ്ങനെ വേണമെന്നാണോ പറയുക? അതാണ് പറഞ്ഞത്. മറ്റോൻ മാഴ്കീടുകിൽ ഉൾക്കാമ്പിൽ ഉത്സാഹമയലുന്നവൻ എന്നും ചെന്ന് ഏഷണിക്കുന്നോനുണ്ടാം വല്ലോനും മൂഴിയിൽ. എന്നും ചെന്ന് ഏഷണിക്കുന്നോനുണ്ടാം വല്ലോനും മൂഴിയിൽ. ദേവകിക്കെഴും പൈതൽ പെണ്ണാവാനില്ല കാരണം അശരീരി തെറ്റാവില്ല. അശരീരി എന്താ? ദേവിക്ക് വസുദേവരിൽ ഉണ്ടാവുന്ന 8ാമത്തെ കുട്ടി, ആൺകുട്ടി, കംസൻ എന്നെ വധിക്കുന്ന പറഞ്ഞത്. അപ്പോൾ കംസൻ അറിയാം എന്തോ ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചാരന്മാരെ അയക്കണത്. അപ്പോൾ ബുദ്ധിയുള്ള ഗർഗമഹർഷിക്ക് അതറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവിക്കെഴും പൈതൽ പെണ്ണാവാനില്ല കാരണം. ഓ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്കെഴുമ്പേഴ്ച മറ്റും പലതും ഇങ്ങനെ. വസുദേവർക്കും നന്ദഗോപർക്കും കൂടി ചില അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതുകൊണ്ട് ദേവകിക്കെഴും പൈതൽ പെണ്ണാവാനില്ല കാരണം. അതും നിങ്ങൾക്കെഴുമ്പേഴ്ച മറ്റും പലതും അങ്ങിനെ. വേണ്ടാതേടം മനോധർമ്മം വർഷിക്കും ദുഷ്ടരത്രയും. ദുഷ്ടന്മാരുടെ പാഷൻ എന്താ? ദുഷ്ടന്മാരുടെ പാഷൻ വേണ്ടാതേടം മനോധർമ്മം വർഷിക്കും ദുഷ്ടരത്രയും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കുശു സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റം പറയും. വേണ്ടാതേടം മനോധർമ്മം വർഷിക്കുന്നതാണ്. മനോധർമ്മം മനസ്സിൽ തോന്നിയിട്ടൊക്കെ പറയും. അപ്പോൾ അത് അവൻ വിശ്വസിച്ചിടും ആപത്തിനിടയായി വരും. അപ്പോൾ ഒരാൾ വേറൊരാളോട്, എ എന്ന ആൾ ബിയോട് സി എന്ന ആളെ പറ്റി ദോഷം പറഞ്ഞാൽ ബി അത് കേട്ടിട്ട് അവൻ ദോഷമുള്ളവനാണെന്ന് മനസ്സിലാക്കിയാൽ ആർക്കാ നഷ്ടം? ദോഷമാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാണ് നഷ്ടം. ആപത്തിൽ പോയി പെടും. ചിലപ്പോൾ തല്ലുകൊള്ളും. ജിഹ്വാപുരാണം പറഞ്ഞിട്ടുന്നുണ്ട്. എന്താ ജിഹ്വാപുരാണം എന്ന് പറഞ്ഞാൽ? ഒരാളെ പ്രകീർത്തിക്കുന്നതും ഒരാളെ അവഹേളിക്കുന്നതും മനസ്സാണ്. വാക്കുകളെ കൊണ്ടാണ് അത് സംഭവിക്കുക. അതിന് ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചു, അയാൾ ശേഷം ചോദിക്കാൻ വന്നാൽ നീ എന്തിനാടാ നുണ പറഞ്ഞത് എന്ന് നമ്മളോട് ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ നമ്മളെ തല്ലിന്ന് വരും. ചെകിടത്തടിച്ചാൽ ആരാ ഇളകി വീഴുക? പല്ല്. അപ്പോൾ ജിഹ്വ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് പല്ലുകൾ കൊഴിയാൻ ഇടയാവും. അടിച്ച് പല്ല് കൊഴിക്കുന്ന കുറേ ആൾക്കാർ. അതാണ് ജിഹ്വാപുരാണം. അപ്പോൾ നാവിനെ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടാണ് ആര് സംരക്ഷിക്കുന്നത്? പല്ലുകൾ, അല്ലേ? ഫോസ്ഫറസ് എവിടെ സൂക്ഷിക്കുക? വെള്ളത്തിലാണ് സൂക്ഷിക്കുക. ഫോസ്ഫറസ് വെള്ളത്തിൽ നിന്ന് എടുത്താൽ കത്തും. അതേപോലെ നാവ് പുറത്തെടുത്താൽ കത്താൻ പാടില്ല. മറ്റുള്ളവർക്ക് ഉപകാരമാവണം. അപ്പോൾ ഈ രസാനുഭൂതി നാവിലാണ്, അല്ലേ? എപ്പോഴും നാവ് വരലില്ലല്ലോ. നാവ് ജലത്തിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണപ്പോൾ. അപ്പോൾ ഇവിടെ അതവൻ വിശ്വസിച്ചിടും ആപത്തിനിടയായി വരും എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ 11ാമത്തെ ശ്ലോകം പറഞ്ഞു, ഗോകുലാധിപൻ ഉൾപ്പൂവിലോർത്താൻ ഈ മട്ടിൽ എത്രയും മഹാതപസ്യായോരെ കാൺമാൻ തന്നെ ഞെരുക്കമാം
ഇത്ര ഗംഭീരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഉപദേശിക്കാൻ ഗർഗനെ പോലെയുള്ളവർക്കേ പറ്റൂ. വേറൊരാൾക്ക് പറ്റില്ല. വരാൻ പോകുന്ന വിപത്തുക്കളെ മുൻകൂട്ടി കണ്ട് എങ്ങനെ നമ്മൾ ചളി കണ്ടാൽ മാറി നടക്കണം, ദുഷ്ടസംസർഗം എങ്ങനെ ഒഴിവാക്കാം, ദുഷ്ടന്മാർ ആരായാലും അവരെ ഒഴിവാക്കണം. അപ്പോൾ ഗോകുലാധിപൻ നന്ദഗോപരെ ഉൾപ്പൂവിലോർത്താൻ മനസ്സിലോർത്തു. ഓർത്താൻ ഈ മട്ടിൽ ഇത്രയും മഹാതപസ്യായോരെ കാൺമാൻ തന്നെ ഞെരുക്കമാം. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്താൽ മാത്രം ഈ മഹാൻ അണഞ്ഞാൻ എൻ ഗ്രഹത്തിങ്കൽ ഇദ്ദേഹം പേർ വിളിക്കുകിൽ. എൻ്റെ കുട്ടികളേനെ ഇദ്ദേഹം നാമകരണം ചെയ്താൽ ആ കുട്ടികൾ യശസ്സുള്ളവരാകുന്നത് ഉറപ്പിക്കാം. ഇല്ലേ? ഇപ്പൊക്കെ 3rd ഗ്രേഡ് ആൾക്കാരാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. നാട്ടിലെ രാഷ്ട്രീയത്തിൽ അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാർ. കാരണവന്മാരേനൊക്കെ മാറ്റി നിർത്തും. കാരണവന്മാരേനൊന്നും അടുപ്പിക്കില്ല. അതിൻ്റെ വൈരുദ്ധ്യം നമ്മുടെ മക്കളും മരുമക്കളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇനി ഞാനൊക്കെ ധാരാളം കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദേവസ്വത്തിലേക്ക് വരുമാനം ഉണ്ടാക്കണമെന്നാണ് കല്യാണം. അന്നൊരു കല്യാണത്തിന് 12 റുപ്യ ഫീസ്. ഇന്നിപ്പോൾ എത്ര എനിക്കറിയില്ല. 300 റുപ്യ 400 റുപ്യ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് 3 നേരം അന്നം വെച്ച് വിളമ്പി തരുന്ന ഒരു സ്വാമി, നാരായണസ്വാമി എന്ന് പറയും, അദ്ദേഹമാണ് ഇതൊക്കെ ദേവസ്വത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിനൊരു ദക്ഷിണ കിട്ടും. പിന്നെ എമ്പ്രാന്തിരിയാണ് പൂജയ്ക്ക്. അദ്ദേഹം താലി പൂജിച്ചാൽ അദ്ദേഹത്തിനൊരു ദക്ഷിണ കൊടുക്കാൻ പറയും. മാല കൊണ്ടുവച്ചവർക്കൊരു ദക്ഷിണ കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് വന്നാൽ യഥാശക്തി എന്താ വെച്ചാൽ ഭഗവാൻ അർപ്പിക്കാൻ ഭണ്ണാരം വെച്ചിട്ടുണ്ടാവും. അതിലെന്താ വെച്ചാൽ യഥാശക്തി ഇടാൻ പറയും. അത് നമുക്കുള്ളതാണ് ദേവസ്വത്തിൽ. അപ്പോൾ എന്താ ഈ പറഞ്ഞത്? ഇതൊക്കെ വാക്ചാതുര്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്താൽ മാത്രം ഈ മഹാൻ അണഞ്ഞാൻ എൻ ഗൃഹത്തിങ്കൽ ഇദ്ദേഹം പേർ വിളിക്കുകിൽ. വെറും ചില്ലറയായുള്ള കാര്യമല്ലായത് ഊഴിയിൽ. അത്ര ചില്ലറ കാര്യമല്ല, ഈ ഭൂമിയിലെ വലിയൊരു കാര്യമാണ്. ഗർഗമഹർഷി എൻ്റെ കുട്ടികൾക്ക് നാമധേയിട്ടാൽ അലഭ്യലാഭമാണ് എൻ്റെ കിടാങ്ങൾക്ക് അത് അതിഭാഗ്യമാം. ആ 2 വരി എടുത്താൽ ഒന്നില്ല. അലഭ്യലാഭം, ലഭിക്കാൻ പ്രയാസമുള്ള, ലഭിക്കാൻ സാധിക്കാത്ത ലാഭമാണ് എൻ്റെ കിടാങ്ങൾക്ക്, കുട്ടികൾക്ക്. അത് അതിഭാഗ്യമായിട്ട് മാറും. എന്താ വാക്കുകളുടെ മതിമാൻ നന്ദഗോപാലൻ മഹർഷിയുടെ വാക്കുകൾ മാനിച്ചുരച്ചാൻ മറ്റാരും അറിയാതെ രഹസ്യമായി ഒരു കാര്യം ചെയ്യാം. 4 ആളെ അറിയാതെ കണ്ട് നമുക്ക് ഈ നാമകരണം ചെയ്യാം. നമ്മൾ ആരെയും വിളിക്കണ്ട. ഇനി വീട്ടിലും വേണ്ട. വീട്ടിലെന്താ നമ്മൾ ഒരാൾ തങ്ങി നിൽക്കണമെന്ന് അറിയണ്ട. നമുക്ക് തൊഴുത്ത് പോയിട്ടാവാന്ന. തൊഴുത്തിൽ കന്നുകാലികളല്ലേ ഉള്ളൂ. മതിമാൻ, മനസ്സ് നന്നായിട്ടുള്ളവനാ മതിമാൻ എന്നുള്ള. സ്ത്രീത്തുള്ളവനെ എന്നാ പറയുക മതിമാൻ. നന്ദഗോപാലൻ മഹർഷിയുടെ വാക്കുകൾ മാനിച്ച് ഉരച്ചാൻ പറഞ്ഞു. മറ്റൊരും അറിയാതെ രഹസ്യമായി ഇപ്പോൾ തന്നെ നടത്തിയിടാം. പടിവാതിൽ അടച്ചിടാം. ആരും ഇങ്ങോട്ട് വരില്ല. ആരണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പടിവാതിൽ അടയ്ക്കാം. സന്ദർശകർ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പടിവാതിലടച്ചിടാം, ഒരാളും അറിയില്ല. ഉച്ചയ്ക്കേ വരും പൈക്കൾ മേയ്ക്കയാം. ഇപ്പോൾ ഉച്ചസമയമാവുകയാണ്. എല്ലാവരും പൈക്കളെ മേയ്ക്കാൻ പുല്ലുള്ള സ്ഥലത്താവും. ആരും ഫ്രീ ആയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരില്ല. എന്നിട്ടോ പൈക്കൾ മേയ്ക്കയാം. സ്വസ്തിവാചകവും ചൊല്ലി. സ്വസ്തിവാചകം അതായത് മംഗളം ഭവതു, അതിന് അർത്ഥമുള്ള ശ്ലോകങ്ങൾ ചൊല്ലും. സ്വസ്തിവാചകവും ചൊല്ലി പേർ വിളിച്ചൊന്നനുഗ്രഹം ചെയ്യണം. അവിടുന്ന് ഉള്ളിൽ മടിക്കായക ഒരു മട്ടിലും. ഇതാരാ പറഞ്ഞത്? നന്ദഗോപുര ഗർഗമഹർഷിയോട് പറയാണ്, അങ്ങ് സ്വസ്തിവാചകം ചൊല്ലി പേർ വിളിച്ച് അനുഗ്രഹിക്കണം. അതങ്ങ് ചെയ്യണം.
അങ്ങക്ക് മനസ്സിൽ അവിടുന്ന് ഉള്ളിൽ മടിക്കായക ഒരു മട്ടിലും ഒരു കാരണവശാലും മടിക്കരുത്. അങ്ങയുടെ ഉത്തരവാദിത്വം വേണ്ട പോലെ അങ്ങ് ചെയ്യണം. അവിടെ നിർത്താം. നല്ല സ്ഥലമാണ്. മടിക്കായക ഒരു മട്ടിലും ഭാഗവതം മനസ്സിലാക്കാൻ മടിക്കരുത് ഒരു മട്ടിലും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ കാണാം.